സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ആദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പിന് ലിങ്ക് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. അതുപോലെ വീഡിയോയുടെ താഴെ നിർബന്ധമായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇന്ന് 2023 ഓഗസ്റ്റ് 24 വ്യാഴാഴ്ച ഒരു വീക്കിലി എക്സ്പയറി ആയിരുന്ന നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ. അപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ സാധിച്ചിട്ടില്ല, കുറച്ച് പ്രശ്നങ്ങളായതുകൊണ്ടാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ ഒക്കെ പോകേണ്ടി വന്നതുകൊണ്ട് എനിക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും നിങ്ങൾ തന്ന ആ ഒരു സ്നേഹത്തിന് ഞാൻ ആദ്യമായിട്ട് നന്ദി അറിയിക്കുകയാണ്. കാരണം എനിക്ക് 117ലധികം കോൾസാണ് ഈ 2 ദിവസത്തിൻ്റെ ഇടയിൽ വന്നത്. അതും പരിചയമില്ലാത്ത നമ്പറുകളിൽ നിന്ന് ഒരുപാട് പേര് വിളിച്ച് എന്താണ് സംഭവം, എന്ത് സംഭവിച്ചു, എപ്പോഴാണ്, അങ്ങനെയുള്ള ഒരുപാട് വിശേഷങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഒരുപാട് പേരുടെ സ്നേഹം അനുഭവിച്ചറിയാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ 2 ദിവസത്തെ അവധി കൊണ്ട് എനിക്കുണ്ടായ നേട്ടം. തീർച്ചയായിട്ടും നിങ്ങൾ തരുന്ന ഈ സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട്. എന്തായാലും നമുക്ക് ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് പോകാം. ഗ്ലോബൽ മാർക്കറ്റ് നോക്കിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റയിലേക്ക് കിടക്കാം. US മാർക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ആയതേ ഉള്ളൂ, കംപ്ലീറ്റ്ലി ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ് പക്ഷേ FTSE ഗ്രീനിലാണ്, CSE DX റെഡിലാണ്. ഒരു സൈഡ് വൈസ് മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു സമ്മിശ്ര പ്രതികരണം എന്ന് പറയാൻ പറ്റുന്ന രീതിയിലാണ് യൂറോപ്യൻ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ 49 പോയിന്റ് റെഡിലാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. 19,344 ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ബാക്കിയുള്ള എല്ലാ ഇൻഡെക്സുകളും ജക്കാർത്ത കമ്പോസിറ്റ് 22, ഇന്ന് അവർ അവധിയാണെന്ന് തോന്നുന്നു. എന്തായാലും 22 പോയിന്റ് റെഡിലാണ് ജക്കാർത്ത കമ്പോസിറ്റ്. ബാക്കിയെല്ലാം തന്നെ ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഇന്നലത്തേതിൽ നിന്നും ഒരല്പം വർദ്ധിച്ച് $78.96 മാറിയിട്ടുണ്ട്. അതേപോലെ ഗോൾഡ് റേറ്റ് ഇന്നലത്തേതിൽ നിന്നും വർദ്ധിച്ച് $1915.66 മാറിയിട്ടുണ്ട്. USD INR റേറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ രൂപ നില മെച്ചപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 83 രൂപയുടെ മുകളിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ 82 രൂപ 58 പൈസയായി മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിൽ നിന്നും നേരെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാം. നിഫ്റ്റി ഇന്ന് 91 പോയിന്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. 215 പോയിന്റ് അഥവാ 1.1% ഇൻട്രാഡേ ഹൈലോ മൂവ്മെന്റ് കിട്ടി. എന്നാൽ ഇന്ന് ഓപ്പണായ 19,535 നിന്ന് 148 പോയിന്റ് താഴെയായിട്ട് 19,386 മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. സെൻസെക്സ് നോക്കുകയാണെങ്കിൽ ഇന്ന് 289 പോയിന്റ് ഗ്യാപ്പ് അപ്പ് ആയിരുന്നു ഓപ്പണിംഗ് കൊടുത്തത്. 732 പോയിന്റിന് അഥവാ 1.11% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് കൊടുത്തത്. ഇന്ന് ഓപ്പണായ 65,722 നിന്ന് 470 പോയിന്റ് താഴെയായിട്ട് 65,252 സെൻസെക്സ് അവസാനിച്ചിരിക്കുന്നത്. ഇന്ത്യ വിക്സ് അഥവാ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് 0.26% കുറഞ്ഞുകൊണ്ട് 11.7 ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇനി 2 പ്രധാനപ്പെട്ട ഇൻഡെക്സുകളായ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റി ഇന്ന് 225 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. 516 പോയിന്റിന് അഥവാ 1.15% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 44,704 നിന്നും 208 പോയിന്റ് നഷ്ടത്തിൽ 44,496 ബാങ്ക് നിഫ്റ്റി അവസാനിച്ചിരിക്കുന്നത്. ഫിൻ നിഫ്റ്റി ഇന്ന് 91 പോയിന്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. 236 പോയിന്റിന് അഥവാ 1.19% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 19,823 നിന്ന് 105 പോയിന്റ് നഷ്ടത്തിൽ 19,717 ഫിൻ നിഫ്റ്റി ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഇന്ന് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 12,992 കോടിയുടെ ബൈങ്ങും 11,467 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 1,524 കോടിയുടെ നെറ്റ് ബൈങ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 13,050 കോടിയുടെ ബൈങ്ങും 7,254 കോടിയുടെ സെല്ലിംഗ് നടത്തിയത് വഴി 5,796 കോടിയുടെ നെറ്റ് ബൈങ് ആണ് അവർ കാഴ്ചവെച്ചത്. അതായത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒരേ സമയത്ത് ഇൻവെസ്റ്റേഴ്സായി മാറുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് നാം മാർക്കറ്റിൽ കണ്ടത്. എന്തായാലും ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ 7,321 കോടിയുടെ നിക്ഷേപം ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തിയതായിട്ടാണ് ഈ ഡാറ്റകൾ നമുക്ക് കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഒരാഴ്ചത്തെ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഇന്നലെ നെറ്റ് ബയേഴ്സ്, അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നെറ്റ് ബയേഴ്സ് ആയിരുന്നു. മിനിഞ്ഞാന്ന് നെറ്റ് ബയേഴ്സ് ആയിരുന്നു. അതിൻ്റെ തലേ ദിവസം അതായത് ഓഗസ്റ്റ് 21 നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓഗസ്റ്റ് 18 ബയറായിരുന്നു, അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈ ചെയ്യുകയാണ് ചെയ്തത്. അതേസമയത്ത് 17 നെറ്റ് സെല്ലിംഗ്, അതായത് സെല്ല് ചെയ്യുമ്പോൾ 1000 കോടിയുടെ മുകളിലുള്ള ഒരു സെല്ലിംഗ് ആണ് അവർ നടത്തുന്നത്. ബൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇന്ന് മാത്രമാണ് വലിയൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് മാർക്കറ്റിൽ വന്നതായിട്ട് കാണാൻ പറ്റുന്നത്. മറ്റുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ 70, 700 കോടി, 330 കോടി, 72 കോടിയൊക്കെയാണ് വന്നിട്ടുള്ളത്. എന്തായാലും ഈ മാസം ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി നെറ്റ്
സെല്ലിംഗ് ആയിരുന്നു, പക്ഷേ അത് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 11,182 കോടിയുടെ നെറ്റ് സെല്ലിംഗ് തന്നെയാണ് ഈ മാസം കാഴ്ചവെച്ചിട്ടുള്ളത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 16,327 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 5,144 കോടി രൂപ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഈ മാസം നിക്ഷേപം എത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി സെക്ടറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇന്ന് നിഫ്റ്റി IT ആണ് ഹയസ്റ്റ് മൂവ്മെന്റ് ഉണ്ടാക്കിയത്. 0.61% മൂവ്മെന്റ് ആണ് നിഫ്റ്റി IT ഉണ്ടാക്കിയത്. നിഫ്റ്റി FMCG 0.29%, നിഫ്റ്റി റിയാലിറ്റി 0.2%, നിഫ്റ്റി മീഡിയ 0.18%, നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക് 0.13%, നിഫ്റ്റി ബാങ്ക് 0.04%, ദെൻ നിഫ്റ്റി ഫിൻ സർവീസസ് 0.07% നഷ്ടമാണ് ഉണ്ടാക്കിയത്. നിഫ്റ്റി ഓട്ടോ 0.25% നഷ്ടമാണ്. നിഫ്റ്റി മെറ്റൽ 0.34%, നിഫ്റ്റി ഫാർമ 0.58%, നിഫ്റ്റി PSU ബാങ്ക് 0.65%. ഇത്രയും ആണ് ഇന്നത്തെ ഒരു സെക്ടറൽ പെർഫോമൻസ്. ഇനി ETF നോക്കുകയാണെങ്കിൽ ITBs ആണ് ഇന്ന് ഹയസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ളത്. ITBസിൽ 0.58% മൂവ്മെന്റ് കിട്ടിയിട്ടുണ്ട്. ഗോൾഡ് ബീസിലാണെങ്കിൽ 0.4% ആണ്. ബാങ്ക് ബീസും കുഴപ്പമില്ല, 0.02%, ഒരു ബ്രേക്ക് ഈവൻ ആയിട്ടുണ്ട്. ഓട്ടോ ബീസിൽ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് 0.1%, ഫാർമ ബീസ് 0.19%, നിഫ്റ്റി ബീസ് 0.35%. അതായത് നിഫ്റ്റി ബീസ് ആണ്. ITBs മുകളിലോട്ട് പോയപ്പോൾ നിഫ്റ്റി ബീസ് താഴോട്ട് പോയിട്ടുണ്ട്. സാധാരണ ഗോൾഡ് ബീസും നിഫ്റ്റി ബീസും ആണ് ഒരു പെയറായിട്ട് എല്ലാവരും ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഗോൾഡ് ബീസ് മുകളിലോട്ടാണ് പോയത്, നിഫ്റ്റി ബീസ് താഴോട്ട് പോയിട്ടുണ്ട്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ഹയസ്റ്റ് മൂവ്മെന്റ് ഉണ്ടാക്കിയിട്ട് പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ എംഫസിസ് 4.71% ഉണ്ടാക്കിയിട്ടുണ്ട്, പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആസ്ട്രഡിയം, ഹിന്ദ് പെട്രോൾ, പെർസിസ്റ്റന്റ്, BPCL, ഏഷ്യൻ പെയിന്റ്, AU ബാങ്ക്, REC ലിമിറ്റഡ്, ഇൻഡസ് ഇന്ത്യ ബാങ്ക്, ഇൻഫി, ശ്രീറാം ഫിനാൻസ്, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്. ഇത്രയും കമ്പനികളാണ് ലാഭം ഉണ്ടാക്കിയത്. ഇതിൽ ഹയസ്റ്റ് പ്രോഫിറ്റ് എംഫസിസിന്റെ തന്നെയാണ്. 4.71% പ്രോഫിറ്റാണ് അവരുണ്ടാക്കിയിരിക്കുന്നത്. ഇനി ലോസ് മേക്കിംഗ് കമ്പനീസ് അല്ലെങ്കിൽ ലോസ് ഉണ്ടാക്കിയ കമ്പനികൾ നോക്കുകയാണെങ്കിൽ ജിന്ദാൽ സ്റ്റീൽ, HDMC, AMC, റിലയൻസ്, ഡിവിസ് ലാബ്, കുമിൻസ് ഇന്ത്യ, ജുബിലൻ ഫുഡ്സ്, പവർ ഗ്രിഡ്, ONGC, SBI കാർഡ്സ്, ഹിന്ദാൽകോ, ICICI പ്രൂലി. ഇത്രയും സ്റ്റോക്കുകൾ നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിനകത്ത് വലിയ നഷ്ടം എന്ന് പറയാനില്ല. ജിന്ദാൽ സ്റ്റീലാണ് 1.98, അതായത് 2% ലോസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ബാക്കിയെല്ലാം അതിൽ കുറവായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പുട്ട് കോൾ റേഷ്യോ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ ഇന്ന് 0.78 ആയിട്ടാണ് അവസാനിച്ചിരിക്കുന്നത്. അതായത് ന്യൂട്രൽ പൊസിഷനാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇന്നലെ 1.05 ആയിരുന്നു, അവിടുന്ന് കുറഞ്ഞതാണ്. സ്വാഭാവികമായിട്ടും പുട്ട് കോൾ റേഷ്യോ കുറയുന്നത് മാർക്കറ്റ് ഒരു ബെയറിഷ് മൂവ്മെന്റിലേക്ക് പോകാനുള്ള സാധ്യതയാണ് നമുക്ക് കാണിച്ചിരുന്നത്. കഴിഞ്ഞ 3 ദിവസവും അതായത് ബുള്ളിഷ് മോഡിലായിരുന്നു മാർക്കറ്റ് നമുക്ക് സിഗ്നൽ തന്നത്. അതായത് 1.08, 21-ാം തീയതി 1.08, 22-ന് 1.12, 23-ന് 1.05, ഇന്ന് 24-ന് അത് 0.78 ആയിട്ട് കുറഞ്ഞു. മാർക്കറ്റ് തലകുത്തി മറിയാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. സ്പോട്ട് പ്രൈസ് 19,387 നിൽക്കുമ്പോൾ അവിടെ നിന്ന് 3 പോയിന്റ് മുകളിൽ 19,390 നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ട്രേഡിംഗ് ഇപ്പോൾ നടക്കുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 0.87 ആണ്. അത് കഴിഞ്ഞ ദിവസം 1.27 ഉണ്ടായിരുന്നു, 1.12 ഉണ്ടായിരുന്നു, അവിടുന്ന് 1.27 ആയി. ഡയറക്റ്റ് ഇന്ന് നേരെ താഴെ വന്നിട്ട് 0.87 ആയിട്ടുണ്ട്. ഇവിടെ കളർ കാണിക്കുന്നതിലൊരു ഡിഫറൻസ് ഉണ്ട്, സ്വാഭാവികമായിട്ടും അത് കറക്റ്റ് ചെയ്യേണ്ടതാണ്. 1.27 ബുള്ളിഷ് മോഡിലാണ്. 44,496 സ്പോട്ട് പ്രൈസ് നിൽക്കുമ്പോൾ അവിടെ നിന്ന് 29 പോയിന്റ് മുകളിലായിട്ട് 44,525 ഫ്യൂച്ചറിൻ്റെ ട്രേഡിങ് നടക്കുന്നത്. ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഇപ്പോൾ കിടക്കുന്നത് 19,400 എന്ന ആ ഒരു ലെവലിലാണ്. അവിടെയാണ് ഇപ്പോൾ മാർക്കറ്റ് ഉള്ളത്. സ്വാഭാവികമായിട്ടും 400 കോളാണ് കൂടുതലും റൈറ്റ് ചെയ്തിട്ടുള്ളത്. സോ മാർക്കറ്റിന് ഇന്ന് ഈ ഒരു ഡാറ്റ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഇത് ഇന്ന് ഓൾറെഡി എക്സ്പയർ ആയതാണ്. എക്സ്പയറി ഡേയിൽ കാണിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇന്ന് കാണിക്കുന്ന ഈ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഇന്ന് എക്സ്പയർ ആയ ആ ഒരു വാല്യൂവിൻ്റെതാണ്. അതുകൊണ്ട് തന്നെ നാളത്തേക്ക് ഇത് കൺസിഡർ ചെയ്യേണ്ടില്ല. ഇനി മുകളിലോട്ട് നോക്കുകയാണെങ്കിൽ 19,500 ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നുണ്ട്. സ്വാഭാവികമായിട്ടും മാർക്കറ്റിൻ്റെ മുകളിലോട്ടുള്ള യാത്രയെ അത് ബാധിക്കുമെന്ന് തോന്നുന്നു. കാരണം താഴോട്ടൊന്നും തന്നെ കാര്യമായിട്ട് കാണുന്നില്ല. ഇപ്പോൾ പുട്ട് കോൾ റേഷ്യോ 10,84,00,000 കോളും 7,52,00,000 പുട്ടുമാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്.
അതിൽ PCR നോക്കുകയാണെങ്കിൽ ആസ് പെർ ദിസ് ഡാറ്റ PCR 0.7 ആണ് വരുന്നത്. 19,386 ഇപ്പോൾ ട്രേഡിങ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇവിടെ ഈ PCR ഡാറ്റ ഇന്നത്തേത് വ്യാഴാഴ്ചകളിൽ വരുന്നത് നമ്മൾ അത്ര പ്രാധാന്യം കൊടുക്കേണ്ടതില്ല. എക്സ്പയറി ഡേയിൽ ഇന്നത് തീർന്നു. ഇന്നത്തെ നാളത്തേക്ക് ഈ ഒരു ഡാറ്റ ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. ബാങ്ക് നിഫ്റ്റിയുടെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് 44,500 ബിൽഡപ്പ് ആയിരിക്കുന്നത്. അത് ഓൾറെഡി ഇന്ന് എക്സ്പയർ ആയതാണ്, അതുകൊണ്ട് തന്നെ കൂടുതൽ പറയുന്നില്ല. 4 കോടി കോളും 3,61,00,000 പുട്ടുമാണ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. 0.9 PCR വരുന്നത്. 44,496 മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഫിൻ നിഫ്റ്റിയുടെ നോക്കുകയാണെങ്കിൽ ഫിൻ നിഫ്റ്റി കുറച്ചുകൂടെ വാലിഡ് ആണ്. കാരണം ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ഇന്നല്ല, അത് ചൊവ്വാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ അതിന് നമ്മൾ നോക്കുന്നതിൽ ഒരു കാര്യമുണ്ട്. ഫിൻ നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് 19,800 ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത്. അതല്ലാതെ അത്രയും വലിയൊരു ഓപ്പൺ ഇൻട്രസ്റ്റ് മറ്റൊന്നും എവിടെയും കാണാനില്ല. അപ്പോൾ 19,600,000 കോളാണ് അവിടെ 19,800 റൈറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇന്നത്തെ മൊത്തത്തിൽ പുട്ട് കോൾ റേഷ്യോ നോക്കുകയാണെങ്കിൽ 73 ലക്ഷം കോളും 59 ലക്ഷം പുട്ടുമാണ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. ആസ് പെർ ഈ ഒരു ഡാറ്റ പ്രകാരം 0.8 പുട്ട് കോൾ റേഷ്യോ വരുന്നത്. 19,717 മാർക്കറ്റ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികളുടെ പേരുകളൊന്നും തന്നെ നാളത്തേക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്തതായിട്ട് കാണുന്നില്ല. നമുക്ക് എന്തായാലും അടുത്ത ആഴ്ച വരുന്ന കോർപ്പറേറ്റ് ആക്ഷൻസ് നോക്കാം. ഓഗസ്റ്റ് 31 വ്യാഴാഴ്ച വരുന്ന കോർപ്പറേറ്റ് ആക്ഷൻസ്: B&A പാക്കേജിംഗ് ലിമിറ്റഡ് ₹1.50 ഫൈനൽ ഡിവിഡൻഡ്, ബൈ ഫിൻസർവ് 10 പൈസ പെർ ഷെയർ, ഇ ക്ലർക്സ് സർവീസസ് ₹1 പെർ ഷെയർ, GC വെഞ്ചേഴ്സ് ₹2 പെർ ഷെയർ, കാമ ഹോൾഡിംഗ്സ് 82 പൈസ പെർ ഷെയർ, ദെൻ NMDC ലിമിറ്റഡ് ₹2.85 പെർ ഷെയർ, സിഗാച്ചി ഇൻഡസ്ട്രീസ് ₹1 പെർ ഷെയർ, സ്വാസ്തിക് സേഫ് ഡെപ്പോസിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ₹1 പെർ ഷെയർ, UNO മിൻഡ ലിമിറ്റഡ് ₹1 പെർ ഷെയർ. ഇത്രയാണ് അടുത്ത വ്യാഴാഴ്ച വരുന്ന കോർപ്പറേറ്റ് ആക്ഷൻസ്. നാളെയുള്ള പ്രധാനപ്പെട്ട ഗ്ലോബൽ ഈവൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നാളെ വരാനുള്ള പ്രധാന ഈവൻറ്റ്സ്: ജപ്പാൻ ടോക്കിയോ CPI, ജർമ്മൻ GDP, ജർമ്മൻ ബിസിനസ് എക്സ്പെക്ടേഷൻസ്, ജർമ്മൻ കറന്റ് അസസ്മെന്റ്, ജർമ്മൻ IFO ബിസിനസ് ക്ലൈമാക്സ് ഇൻഡെക്സ്, ECB പ്രസിഡന്റ് ലഗാർഡെ സ്പീക്സ്, US ജാക്സൺ ഹോൾ സിംപോസിയം, US മിഷിഗാൻ 5-year ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻസ്, US മിഷിഗാൻ കൺസ്യൂമർ എക്സ്പെക്ടേഷൻസ്, US മിഷിഗാൻ കൺസ്യൂമർ സെന്റിമെന്റ്, US മിഷിഗാൻ ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻസ്, US ഫെഡ് ചെയർ പവലിൻ്റെ സ്പീക്കുണ്ട് നാളെ. അത് എല്ലാവരും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വാച്ച് ചെയ്യുന്നൊരു സംഭവമാണ്. അദ്ദേഹത്തിന് പ്രസ് മീറ്റ്. US ബേക്കർ ഹ്യൂഗ്സ് ഓയിൽ റിഗ് കൗണ്ട്. ഇത്രയും ഈവൻറ്റുകളാണ് നാളെ വരാനുള്ളത്. കഴിഞ്ഞ 2 ദിവസം മാർക്കറ്റിൽ ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ മാർക്കറ്റിൽ ഇന്നത്തെ റാസ് ലെവൽസ് ഒന്നും തന്നെ മാർക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഓരോ ഇൻഡെക്സിൻ്റെയും ചാർട്ട് പരിശോധിക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കുകയാണ്. ഞാൻ അതുകൊണ്ട് ആ ഒരു ഭാഗം സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഓവറോൾ പെർഫോമൻസ് അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ചാർട്ട് പാറ്റേൺസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് നിഫ്റ്റിയിൽ ഇപ്പോൾ ബെയറിഷ് എൻഗൾഫിംഗ് ആയിട്ടൊരു ക്യാൻഡിലാണ് ഫോം ചെയ്തിട്ടുള്ളത്. അതും വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ക്യാൻഡിലാണ്. സത്യത്തിൽ മാർക്കറ്റ് ശരിക്കും ട്രാപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് ബുദ്ധിമുട്ടാൻ സാധ്യതയുണ്ട്. മാർക്കറ്റ് താഴെ വന്ന് ക്ലിയർ സിഗ്നൽ, ഒരു അപ്പ് മൂവ്മെൻറ്റ് ക്ലിയർ സിഗ്നൽ തന്നിട്ട് പീക്കിലെത്തിയപ്പം ഈ ഒരു സോൺ അല്ലെങ്കിൽ 19,541, 572 ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഈ 3 ലൈൻസ് അടുത്ത് വരുന്നത് കടന്നു പോകണമെങ്കിൽ വലിയ ക്യാൻഡിൽ, പവർഫുൾ ആയിട്ടുള്ള ക്യാൻഡിൽ വന്നാൽ മാത്രമേ അത് നടക്കുള്ളൂ. പക്ഷേ ഇന്ന് അതൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് ശ്രമിച്ചത്, പക്ഷേ അത് സസ്റ്റെയിൻ ചെയ്തില്ല, അവിടെ വിജയിച്ചില്ല. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സെല്ലിംഗ് പ്രഷർ വരികയും മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരികയാണ് ചെയ്തത്. എന്തായാലും ഇനി നാളെ എന്ത് വരും എന്നുള്ളത് നാളത്തെ മാർക്കറ്റിൽ തന്നെ പറയാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ ഈ ഒരു ഡാറ്റ വെച്ച് അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലൊരു തീരുമാനം എന്നെനിക്ക് തോന്നുന്നു. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഞാൻ കഴിഞ്ഞ സെഷനിലെല്ലാം കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ റേഞ്ചിൻ്റെ പുറത്താണ് മാർക്കറ്റ് ഉള്ളത്, നമ്മൾ റേഞ്ചിലോട്ട് കയറി വരട്ടെ എന്നിട്ട് പറയാം എന്നുള്ളത്. സോ ആ പറഞ്ഞതുപോലെ തന്നെയാണ്, ആ റേഞ്ചിൻ്റെ പുറത്ത് പോയ മാർക്കറ്റ് തിരിച്ച് റേഞ്ചിൻ്റെ അകത്തേക്ക് വന്നിട്ടുണ്ട്. റേഞ്ചിൻ്റെ അകത്തോട്ട് വന്നു നല്ല രീതിയിൽ ഒരു ബുള്ളിഷ് സിഗ്നലും നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ദെൻ ഇന്ന് വന്നിരിക്കുന്ന ക്യാൻഡിൽ ഒരു പ്രത്യേക രീതിയിലുള്ളതാണ്. നമ്മൾ സപ്പോർട്ട് ലെവലിൻ്റെ താഴെ പോയി 44,466 താഴെ പോയിട്ടില്ല. എന്നാൽ അതിൻ്റെ എന്താ പറയുക, ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൽ റെഡ് ക്യാൻഡിലാണ് ഇന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ നാളെ എന്ത് സംഭവിക്കുന്നുള്ളത് നാളത്തെ മാർക്കറ്റിൽ നോക്കാം.
ഇന്ന് അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. ഇനി നിഫ്റ്റിയും അതേപോലെ തന്നെ നിഫ്റ്റിക്ക് ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഒരു ഫൈനൽ ലോ ലെവലിൽ ഒരു ഫൈനൽ ടാർഗറ്റ് ഇവിടെ അച്ചീവ് ചെയ്യാനുണ്ടായിരുന്നു. അത് അച്ചീവ് ചെയ്തിട്ടില്ല. ഫൈൻ, ഒരു കുഴപ്പമില്ല, മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നത് വളരെ നല്ല കാര്യമാണ്. ഇവിടെ അതുപോലെ ഈ ഒരു 19,606-ൻ്റെയും 673-ൻ്റെയും ഇടയിലുള്ള ഒരു സോൺ ഉണ്ടായിരുന്നു. അതായത് അവിടെ അത് ക്രോസ് ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇന്നലെ പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ വന്ന് അതിനെ കട്ട് ചെയ്ത് കയറിപ്പോയിട്ടുണ്ട്. നല്ല രീതിയിൽ ബ്യൂട്ടിഫുള്ളായിട്ട് അതിനെ ക്രോസിങ് തന്നിട്ടുണ്ട്. ഇന്ന് അതിൻ്റെ മുകളിൽ ഓപ്പണിംഗ് ആയി. ഇനി ആ റെസിസ്റ്റൻസ് പോയിന്റിൻ്റെ മുകളിൽ തന്നെയാണ് ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. സോ അത് കടന്ന് താഴോട്ട് വരില്ല എന്ന ഒരു പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത്. ദെൻ സെൻസെക്സ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ അതേ രീതിയിൽ തന്നെയാണ് സെൻസെക്സ് വന്നിരിക്കുന്നത്. സെൻസെക്സിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ഒരു 1965, 922, 988 ഇടയിലുള്ള ഒരു സോൺ കടന്നു പോകാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളത്. ഇന്ന് 922 ഓപ്പണായിട്ട് അവിടെ നിന്ന് മാർക്കറ്റ് തിരിച്ച് നല്ല രീതിയിൽ ഇറങ്ങി വരികയാണ് ചെയ്തത്. എന്തായാലും ഇത് എല്ലാവരും തന്നെ നല്ല രീതിയിൽ കാശാക്കി മാറ്റിയിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി മിഡ് ക്യാപ്പിലാണ് ഒരു പ്രതീക്ഷയുള്ളത്. മിഡ് ക്യാപ്പ് നല്ല രീതിയിൽ ഇന്ന് കയറിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഞാൻ ഇത് ഒരു ബ്രേക്ക് ഔട്ടിനെ കുറിച്ച് എന്നും പറയാറുണ്ടായിരുന്നു. ബ്രേക്ക് ഔട്ട് വന്നപ്പോൾ ഞാൻ ഇവിടെ ഇല്ലാതായിപ്പോയി. ഇവിടെ ഫസ്റ്റ് ടച്ച്, സെക്കൻഡ് ടച്ച്, തേർഡ്, ഒന്നുകിൽ ഇവിടുന്ന് ഒരു ബെയറിഷ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു രീതിയിലുള്ള സൂപ്പറായിട്ടൊരു ബ്രേക്ക് ഔട്ടാണ് ഇപ്പോൾ 3 ദിവസം കൊണ്ട് തന്നിട്ടുള്ളത്. ഇന്ന് ഈവൻ റെഡ് ക്യാൻഡിൽ ആണെങ്കിൽ കൂടി അത് ഇന്നലത്തേതിൻ്റെ ഹൈ കട്ട് ചെയ്യാതെ അതിൻ്റെ മുകളിൽ തന്നെ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. നോക്കാം നാളെ എങ്ങനെയാണ് വരുന്നത്. സൂപ്പറായിട്ട് ഈ ഇൻഡെക്സ് കയറി പോകും എന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഇത് ഈ ബ്രേക്ക് ഔട്ട് ലെവലിൽ നിന്നും 8648 നിന്ന് 8830, ഏകദേശം 200-250 പോയിന്റ് അത് നീങ്ങി പോയിട്ടുണ്ട്. വളരെ നല്ലൊരു ബ്രേക്ക് ഔട്ടാണ് അതിൽ തന്നിട്ടുള്ളത്. എന്തായാലും ഇന്ന് വളരെ ചെറിയ ഒരു പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടായിരുന്നു. കൂടുതൽ വിശേഷങ്ങളായിട്ട് 2 ദിവസം മാർക്കറ്റിൽ നിന്ന് ലീവായപ്പം അതിൻ്റെ ഒരുപാട് കാൽക്കുലേഷൻസ് മനസ്സിൽ നിന്ന് വിട്ടുപോയി, കുറേ ലെവൽസ് മറന്നുപോയി. അപ്പോൾ അത് തിരിച്ച് നാളെയോ മറ്റന്നാളോ 2 ദിവസം മാർക്കറ്റ് വാച്ച് ചെയ്യുമ്പോൾ അത് കിട്ടും. അതോടുകൂടി പൂർവാധികം ശക്തിയോടെ നല്ല പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പുതിയ വിശേഷങ്ങളായി നാളെ കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.